പ്രത്യാശ ഏറ്റുപറയുകയാണ് ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കും, സ്നേഹം പ്രകടിപ്പിക്കും. ഇങ്ങനെ 3 പ്രോസസ്സിലാണ് ഇത് വർക്ക് ചെയ്യണം. വിശ്വാസം പ്രഖ്യാപിക്കും. അപ്പോൾ ഉപ്പ് കൊണ്ട് ആ വെള്ളത്തിലിടുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഒരു പ്രത്യാശ ഏറ്റുപറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു പ്രത്യാശ ഏറ്റുപറയും. പിന്നെ എന്താണ്, വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. അപ്പം അത് തന്നെയാണ് ഷേർലി ചെയ്തത്. മകൻ്റെ നെഞ്ചിൽ കാശുരൂപം അവൻ്റെ പോക്കറ്റിലിട്ട് മാതാവിൻ്റെ മുഖം അവൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു ബന്ധമുണ്ട്. ഈശോ പറഞ്ഞ ഒരു ബന്ധമാണത്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം. അപ്പോൾ എന്നാ സംഭവിക്കണത്? നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. അത് നിലനിൽക്കണേ എങ്ങനെയാണ്? സ്നേഹത്തിലാണിത് സംഭവം നിലനിൽക്കുന്നത് വചനം. കാരണം സ്നേഹമില്ലെങ്കിൽ ഈ വചനം നിലനിൽക്കത്തില്ല. വചനം ഉണ്ടാകും, നിലനിൽക്കത്തില്ല. ഇപ്പോൾ 15:7 ഈ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ? യോഹന്നാൻ്റെ 15:7 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതെന്ത്? അപ്പോൾ ഈശോ എന്താ പറയണത്? നമുക്കിഷ്ടമുള്ളത് ചോദിക്കാം. അതായത് ഇന്ന കാര്യങ്ങളെന്നല്ല. അതായത് അത് നമുക്ക് എന്താണ് അവിടെ ഒരു വിഷയം വന്നിരിക്കുന്നത്. അതായത് വേറെ ഒരു സാക്ഷ്യം, ഷൈനി ബെന്നി യുടെ സാക്ഷ്യം തൊടുപുഴ. ഷൈനി ബെന്നിയുടെ സാക്ഷി ആഴ്ചയിലുള്ളതായിരുന്നു. അത് സാക്ഷ്യം ഇതാണ്. അവർ ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് അവർ ആ വചനത്തിൽ നിലനിൽക്കുക. അവർ പറയുന്നത് 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഭവമില്ല. 10 കൊല്ലമേ. ഞാൻ ഞെട്ടിപ്പോയി. അതായത് പ്രത്യേക സാഹചര്യത്തിൽ, അതായത് ഒരിക്കൽ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയൊക്കെ മുടങ്ങിയാൽ അത് വീണ്ടും വീണ്ടും മുടങ്ങാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. അതെന്താ കാരണം? അതെന്താ കാര്യം? ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് ഇടയ്ക്കൊക്കെ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലും രോഗത്ത് നമ്മൾ ചെന്ന് പെട്ടാൽ, പ്രഷർ വേരിയേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ കുടുംബ പ്രാർത്ഥന പോയാൽ ആ കുടുംബത്തിൻ്റെ ആത്മീയ പ്രഷർ വേരിയേഷൻ വന്നു. പിന്നെ എന്താണ്, നമ്മൾ എത്രയും എമർജൻസി ആയിട്ട് നമ്മളത് നോർമലാക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും കുടുംബ പ്രാർത്ഥന ചെല്ലാഞ്ഞിട്ട് പിന്നെ എല്ലാ ലോകത്തുള്ള ആൾക്കാരെല്ലാം കുടുംബ പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ജീവിക്കണത് എന്ന് പറഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ അപ്പം തീരുമാനമാകും. കാര്യം അതിൻ്റെ അകത്ത് വെച്ചാൽ ഞാൻ പണ്ടേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചതഞ്ഞു പോയി ഞാൻ ഒരിക്കൽ കുടിക്കാൻ നിൽക്കരുതെന്ന്. അത് കർത്താവ് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഉടനെ നെഗറ്റീവാണ് കയറി വരണത്. കാര്യം ആത്മീയമായിട്ട് ജീവിക്കാൻ വലിയ പാടാണ്. അതിന് വില കൊടുക്കണം. എന്താ കാര്യം വെച്ചാൽ നമ്മൾ വിലക്ക് വാങ്ങിയ ആൾക്കാരായത് കാരണം തന്നെ ദൈവത്തിന് മുതൽ മുടക്കുണ്ട്. അപ്പോൾ ദൈവത്തെ കൂടെ നിർത്താൻ നമുക്ക് മുതൽ മുടക്കുണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു നിലപാട് കണ്ട ഒന്ന് കുറേ 6:20 എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ കൂടെയുള്ള വചനം എന്താണ്? ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ നമ്മുടെ കയ്യിലുള്ള മെയിൻസ് എന്താണ്? ശരീരമാണ്. രോഗമായാലും ക്ഷീണമായാലും മറ്റു തരത്തിലുള്ള വിഷമമായാലും ഇതെല്ലാം ശരീരത്തിൽ മഹത്വപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. അല്ല, ഈശോ എനിക്ക് പനിയാണല്ലോ, ഈശോ എനിക്ക് കോവിഡാണല്ലോ, അങ്ങനെയല്ല. ഇൻ കേസ് കോവിഡ് ആണെങ്കിലും ഒമിക്രോൺ ആണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെച്ച് എങ്ങനെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മുടെ ശരീരത്തിൽ പ്രഖ്യാപിക്കാം. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ
ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കണോ? പ്രൈസ് ദി ലോർഡ്. കൊളോസ്യസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി, സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പൗലോസ് അപ്പോസ്തലനെ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച, ആ രഹസ്യം കൊടുത്തതാണ്. അദ്ദേഹത്തിന് മാത്രമാണ് ഈ രഹസ്യം കൊടുത്തത്. കാരണം അദ്ദേഹം ചോദിച്ചു കാണും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട 3 പ്രേക്ഷിത പ്രവർത്തനമൊക്കെ, പ്രേക്ഷിത യാത്രയൊക്കെ ചെയ്തല്ല, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടില്ല, എൻ്റെ കപ്പലിന് തന്നെയാണല്ലോ അപകടം ഉണ്ടായത്. ഞാൻ നഗ്നനായിട്ട് പുതപ്പും ബൈബിളും നഷ്ടപ്പെട്ടിട്ട് ഞാൻ നഗ്നനായിട്ട് ഒഴുകി നടന്നില്ല. എന്താണ് അപ്പോസ്റ്റലായിട്ട് പോലും എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കാണും പുള്ളിക്കാരി. അതിനെക്കുറിച്ച് പുള്ളി ഒരു വിജാതി യഹൂദിയിൽ നിന്ന് പെട്ടെന്ന് ന്യായപ്പെട്ട ഒരാളാണല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതെല്ലാം ശരീരത്തിലാണ് നീ സഹിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിൽ, ക്രിസ്തുവിൻ ശരീരത്തിലാണ് സഹിച്ചത്. എന്താണ്? ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പോൾ 1 കൊരിന്ത്യർ 6:20 അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയാൻ ദൈവം എന്താ കൊടുത്തത്? ക്രിസ്തുവിൻ്റെ ശരീരമാണ് കൊടുത്തത്. അത് ആ ക്രിസ്തുവിൻ്റെ ശരീരം കൊടുത്തതെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പങ്കപ്പാടുകൾ, പീഡാനുഭവങ്ങൾ, നമുക്ക് വേണ്ടി സഹിച്ച പീഡാനുഭവങ്ങൾ, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ വീണ്ടെടുത്തത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ കൊടുത്തിട്ടാണ്. അപ്പം അതുകൊണ്ടാണ്, അതാണ് പൗലോസ് പറയണത്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. ഇതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരായത് കാരണം നിത്യത അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോട്ടെ, പട്ടിയെപ്പോലെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര പേര് അങ്ങനെ ജീവിക്കുന്നു? ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റി ആയാലും ഇല്ലേ, ഒരു വലിയ കുഴപ്പമുണ്ട്. അവർ സഭയിൽ തന്നെ ഹോമോസെക്സിനെ അംഗീകരിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശാസ്ത്രീയമായിട്ട് STPയുടെ പ്രശ്നമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. STP അതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാരുണ്ടാവും. അവരാണ് ഹോമോസെക്സ് ടെൻഡൻസി കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് അത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ. എന്താ കാര്യം? ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി കരുതിയത് കൊണ്ട് അധമവികാരങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് പ്രശ്നം. അപ്പോൾ വികാരങ്ങൾ പലതുണ്ടാകുകയും അങ്ങനെ പല വികാരങ്ങളും ഉണ്ടാകും മനുഷ്യന്. അതെല്ലാം മനുഷ്യൻ്റെ വികാരങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും ഇല്ലേ? അമ്മ ഏതാണ്, പെങ്ങളന്മാരേതാണെന്ന് അറിയാൻ പറ്റാതെ വരും. അത് പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെയല്ലേ, അമ്മയും പെങ്ങളും അറിയത്തില്ലല്ലോ അതിനൊക്കെ. അപ്പോൾ അതൊക്കെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായിട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ അംഗീകരിക്കാത്തവരും യുക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തുന്നവരും അങ്ങനെ പല വേഷങ്ങളും കെട്ടുന്നത്. വി ആർ നോട്ട് റെഡി ടു ഫോളോ ഇറ്റ് ആൻഡ് വി ആർ നോട്ട് ലൈബിൾ ടു ഫോളോ ഇറ്റ്. അത് വിശ്വാസി മനസ്സിലാക്കണം. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ നിത്യത അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ എന്ന് വെച്ചാൽ ഈ ജീവിതത്തിനപ്പുറത്ത് വേറൊരു ജീവിതം, നിത്യമായൊരു ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ പേയ്മെൻറ്റ് ദൈവം ചോദിക്കും. എന്താ കാര്യം? നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളുടെ വില കൊടുത്തത് ആരാണ്? കർത്താവ് തന്നെ അവൻ്റെ ശരീരത്തിൽ സഹിച്ചുകൊണ്ടാണ് പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ വില കൊടുത്തത്. സോ വി ഹാവ് ടു പേ ഇറ്റ്. തിരിച്ച് നമ്മൾ പേ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? കുറച്ച് ക്ലേശങ്ങളെല്ലാം ഈ ഭൂമിയിലുള്ളത് യേശുവിൻ്റെ നാമത്തിലേ. നമ്മൾ നേരത്തെ കണ്ട കൊളോസ്യസ് 1:24 അനുസരിച്ച് കൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കാലികമായ പോരായ്മ, പൗലോസ് അപ്പോസ്തലൻ അവിടെ എവിടെയോ ഒക്കെ അന്നത്തെ കാലത്തെ ഒരു ചിന്താപരിമിതി അനുസരിച്ചാണ് അദ്ദേഹം ആ വിഷയത്തെ വീക്ഷിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ പോരായ്മ ഒന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പത്രോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്നും നിലനിൽക്കുന്നുവെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 12:34 ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം.
യോഹന്നാൻ 12:34 അനുസരിച്ചുകൊണ്ട് ക്രിസ്തു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ആളല്ല, കാലത്തിൻ്റെ ഒപ്പം നിലനിൽക്കുന്ന ആളാണ്. അപ്പോൾ കാലത്തിൻ്റെ ഒപ്പം നിലനിൽക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള കാലത്തിൻ്റെ ഒപ്പമുള്ള ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ പോരായ്മയാണ് സഹനസഭ നികർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പ്രകൃതി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാക്കുന്നത്. അതായത് ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ അത് എന്നും നിലനിൽക്കുന്ന ക്രിസ്തു അതിൻ്റെ സഹനങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ പല വ്യാഖ്യാതാക്കളും പറയണത് ഒരു മനുഷ്യനായ ക്രിസ്തു മനുഷ്യനെന്ന നിലയിൽ കർത്താവിൻ്റെ സഹനങ്ങളിൽ പോരായ്മ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ച ആളാണ് യേശു അല്ലേ, അവസാനത്തുള്ളിൽ ചോര വരെ തന്നാണ്. പക്ഷേ ക്രിസ്തു എന്നും നിലനിൽക്കുകയാണ്. എന്നും നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തോടാണ് മൗതിക ശരീരത്തോടാണ് സഭ. ആ സഭയിലാണ് നമ്മൾ സഹിക്കുന്നത്. അപ്പോഴെന്താണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഈ സഹനത്തിൻ്റെ തുടർച്ച നമ്മൾ ആരുടെ പേരിലാണ് എടുക്കണത്? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പിതാവായ ദൈവം മഹത്വപ്പെടും. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തു മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ പിതാവായ ദൈവം മഹത്വപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെയാണ് മഹത്വത്തിലേക്ക് നമ്മളെ ഒരു തീർത്ഥയാത്രയാണ്, മഹത്വത്തിൻ്റെ തീർത്ഥയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവൻ്റെ ഈ ലോകത്തെ ജീവിതവും അവൻ്റെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രത്യാശ ഏറ്റുപറയാൻ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു വിശ്വാസി എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഉടമ്പടിയാ ഈ കാര്യങ്ങൾക്കെല്ലാം ഉടമ്പടി പുതിയ അർത്ഥം നൽകുന്നതാണ് ഉടമ്പടിയുടെ വിജയം. എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ വിജയം തന്നെ ചില സമയത്തൊക്കെ ഒരു കഷ്ടപ്പാടുകളുടെ ഒരു അംശം ഉണ്ടാവും. കാര്യം എന്താണ് വെച്ചാൽ എന്താണ് കഷ്ടപ്പാടിൻ്റെ അംശം ഉണ്ടാകാൻ കാരണം? കഷ്ടപ്പാടല്ല, ഇപ്പോൾ നമ്മൾ 1-ാം ക്ലാസ് പാസ്സാകണത്, പക്ഷേ നമ്മൾ IAS പാസ്സാകണത്. അപ്പോൾ IAS 1-ാം ക്ലാസ് ഇരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം IAS കഷ്ടപ്പാടാണ്. IASകാരന് IAS കഷ്ടപ്പാടല്ല, എങ്ങനെയെങ്കിലും പരീക്ഷ വരാനുണ്ട് കൊതിക്കാൻ. അവിടെ വിഷയം കഷ്ടപ്പാടെന്ന് പറയണത് വ്യക്തിപരമാണത്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? അതായത് 1-ാം ക്ലാസ്സുകാരന് IAS കഷ്ടപ്പാടാണ്, IASകാരൻ റാങ്ക് ഹോൾഡറിന് കഷ്ടപ്പാടല്ല. കാര്യം എന്താണ്? അവൻ്റെ കലിബർ തെളിയിക്കാനുള്ള അവസരമാണ്. എല്ലാ കഷ്ടതകളും അവസരങ്ങളാകണത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെന്ന് ഈശോ പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിന് ശേഷമാണ് അത് ഗർഭിണിയുടെ വേദനയായിട്ട് വരണത്. അല്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലുകൊള്ളവൻ്റെ വേദന അല്ല നമ്മുടെ ദുഃഖം, ഗർഭിണിയുടെ വേദന എന്ന് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 16:21 അധ്യായം 21 വാക്യം വായിച്ചോളൂ. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതായത് നമുക്കൊരു ദുഃഖം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം തന്നെയാണത്. പക്ഷേ നിത്യത നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിത്യതയ്ക്ക് വേണ്ടി അത് വാഗ്ദാനമാകുമ്പോഴാണ് ഇവിടെ കഷ്ടപ്പാട് നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുന്നത്. മനസ്സിലായില്ലേ? കഷ്ടപ്പാടിന് രോഗം, ക്ഷീണം. കാര്യം ഞാനിത് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ സ്പെക്കുലേറ്റീവായിട്ട് പറയണില്ല. കുഞ്ഞുനാൾ തൊട്ട് രോഗിയാണ് ഞാൻ. എല്ലാ കാലഘട്ടങ്ങളിലെ രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ ആ രോഗത്തോട് കൈവരിച്ചിട്ടൊരു നിലപാടുണ്ട്. അതെന്നെ കർത്താവ് പഠിപ്പിച്ച നിലപാടാണ്.
തെദേവ് എന്ന് പറയുന്ന ആത്മകഥയിൽ അതെല്ലാം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ട്. എന്താണ് അത്? റോമ 1:18. എന്താണ്? നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:18. റോമ 8:18. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ മനുഷ്യന് എല്ലാവിധ രോഗങ്ങളുണ്ടായിരുന്ന ആളാണ്. ആർക്ക്? പൗലോസ് അപ്പോസ്തലനെ. അപ്പോൾ രോഗത്തിൻ്റെ ഇടയ്ക്കും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, കടലിൽ ഒഴുകി നടന്നിട്ടുണ്ട്, കള്ളന്മാർ കൈ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ 8:35 പറയുന്നുണ്ട്. റോമ 8:35. ഇത് ഈ വചനം ഇപ്പോൾ 8:18 തോന്നുന്നു. 8:18 നിന്ന് നമ്മൾ 35 കയറുമ്പോൾ ഈ മനുഷ്യന് എല്ലാ കാര്യവും പറയും, എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. കാര്യം ഈ നഗ്നതയോ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയാം? ഈ മനുഷ്യൻ തുണി ഉരിഞ്ഞു പോയായിരുന്നു. മാൾട്ടയിലൊക്കെ സംഭവിച്ച സമയത്തും കടലിൽ ആക്രമണം ഉണ്ടായ സമയത്തും അന്നൊക്കെ വസ്ത്രങ്ങൾക്ക് ഭയങ്കര വിലയുള്ള കാലമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഗാന്ധി സിനിമയിലെ ഗാന്ധി പോലും ഒരു വസ്ത്രം അലക്കണ സ്ത്രീക്ക് അവൾക്ക് ആ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടാണ് അവൾ ഓരോ ഭാഗം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വന്തം മേലങ്കി കൊടുക്കുന്നത്. അങ്ങനെ അന്നത്തെ ഇന്ത്യൻ സാഹചര്യം അതാണ്. വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ എല്ലാം രണ്ടാം ലോകം. അപ്പോൾ ഇന്നത്തെ കാലം ഇതാണ് അവസ്ഥയെങ്കിൽ അന്നത്തെ കാലം എന്തായിരിക്കും? വസ്ത്രം കിട്ടിയവരെടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ തുണിയില്ലാതെയാണ് കരക്ക് കയറണത്. എന്നിട്ടാണ് പറയണത്, ഞാൻ തുണിയില്ലാതെയാണ് ഇപ്പം കരക്ക് കയറിയിരിക്കുന്നത്, അപ്പോസ്തലനാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയായാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? നഗ്നതയ്ക്കോ എന്നാണ് ചോദിക്കണത്. കാര്യം നഗ്നതയിൽ വരുമ്പോൾ നമുക്കെന്താ സംഭവിക്കണം? നാണക്കേട് ഉണ്ടാകത്തില്ല, ആക്ഷേപം ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഈ മനുഷ്യന് മാനുഷ്യമായി അനുഭവിക്കുന്ന ആക്ഷേപവും നാണക്കേടിനേക്കാൾ പവർഫുള്ളാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം. അതാണ് വിഷയം. എന്നിട്ട് ഈ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മൾ വേർപെടുത്താൻ ചോദിക്കണത്? ഒന്നിനും വേർപെടുത്താൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം തന്നെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ഉത്തരം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വിശ്വാസി കേൾക്കാത്തതിൻ്റെ കാരണം ഈ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായത് കാരണമാണ്. ഇപ്പോൾ ഇന്ന് സഭയിൽ കുറേ തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തരത്തിൽ വരുന്നുണ്ട്. അജ്ഞാനികളിൽ നിന്നും വേദഗ്രന്ഥം അറിയാത്തവരിൽ നിന്നും വിശ്വാസി എന്താണ്, ഈശോ ആരാണെന്നും അറിയാൻ പാടില്ലാത്ത വിജാതിയിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിതിനൊക്കെ മറുപടി കൊടുക്കാൻ നടക്കുകയാണ്. അതിന് മറുപടി കൊടുക്കുന്ന വലിയ ക്യാമ്പയിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറുപടി കൊടുക്കണ്ട എന്നല്ല പറയണത്, പക്ഷെ വിശ്വാസം വിശുദ്ധീകരിക്കപ്പെടണം, അത്രയേ ഉള്ളൂ. തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആദിമസഭ എന്താ ചെയ്തത്? ആദിമസഭ ഇപ്പോൾ തീത്തോസിൻ്റെ 3:9 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.